എന്ത് തടിയല്ലേ പണ്ടാണ്. ഗുഡ് മോർണിംഗ്. അപ്പോൾ രാവിലെ ഞാനിന്ന് 5:55 എണീറ്റു. പൊതുവെ ഞാനൊരു 6:10 എഴുന്നേൽക്കുന്നത്. ഞാൻ 5:55 എഴുന്നേറ്റു. ആൻഡ് കണ്ണൊക്കെ കഷ്ടിച്ചാണ് തുറന്നത്. എന്നിട്ട് പിന്നെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റൊക്കെ എടുത്ത് വെച്ചായിരുന്നു. ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റാണ് ആപ്പിൾ, പെയർ ആൻഡ് ഇഞ്ഞൊരു ആപ്പിൾ. ബട്ട് ഞങ്ങൾ ഏതെങ്കിലും രണ്ടെണ്ണേ കഴിക്കുള്ളൂ. ഞങ്ങളിങ്ങനെ വെളിയിലെടുത്ത് വെക്കും, കാരണം ഫ്രിഡ്ജിൽ നിന്ന് ഡയറക്റ്റ് എടുത്ത് കഴിക്കുന്നത് നല്ലതല്ലല്ലോ. ഭയങ്കര തണുപ്പായിരിക്കും. ഞാൻ തണുപ്പ് കഴിക്കും, ലിജോ തണുപ്പ് കഴിക്കത്തില്ല അധികം. അതുകൊണ്ട് വെളിയിലെടുത്ത് വെച്ചേക്കും രാത്രി തന്നെ. ആൻഡ് ഇതൊക്കെ ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചു. ആൻഡ് ദിസ് ഇസ് അവർ ടിഫിൻ ബോക്സസ്. എൻ്റെയും ലിജോയുടെയും ടിഫിൻ ബോക്സാണ്. ലഞ്ച് എന്താണെന്ന് വെച്ചാൽ ഞാൻ കാണിക്കാവേ. അപ്പോൾ ഇതാണ് എൻ്റെ രാവിലത്തെ കോലം. വെളിയിലൊക്കെ ഇപ്പോഴും ഇരുട്ടാണ്, ബിക്കോസ് വിൻ്റർ വന്നു. അപ്പോൾ 6:05 ആയിട്ടും ഇങ്ങനെ ഇരുട്ടിയാണ് ഇരുന്നുകൊണ്ടിരുന്നത്. അത് കാണുമ്പോൾ കിടന്നുറങ്ങാൻ കൊതി തോന്നും. പക്ഷേ നമ്മൾ ഒരു ടാസ്ക് ഉണ്ട് നമുക്ക്. നമ്മൾ വെയിറ്റ് ലോസിന് വേണ്ടി ഹെൽത്ത് ഒന്ന് ഫോക്കസ് ചെയ്യാനായിട്ടുള്ളൊരു ടാസ്ക് ആയതുകൊണ്ട് നമ്മൾ നേരത്തെ എണീറ്റു. ആൻഡ് ഇതായിരുന്നു ലഞ്ച്. ഓക്കെ, ചപ്പാത്തിയും പരിപ്പും. ഗൈസ്, അപ്പോൾ ഞാൻ എഴുന്നേറ്റു, കുളിച്ച് റെഡിയായി. ഇനി എനിക്ക് എൻ്റെ താലിമാലയും ഒരു ഈ ഒരു സംഭവം എന്നെ ബാക്കിൽ കാണുന്നുണ്ടോ? ഈ ഒരു സ്ലീവ്ലെസ് ഒന്നും ഇട്ടിട്ട് പോകാൻ പറ്റില്ല ഇവിടുത്തെ ഓഫീസിൽ, അതൊന്നും അലൗഡ് അല്ല. അപ്പോൾ എനിക്കൊരു ഷ്രഗ് ഉണ്ട്. അപ്പോൾ ഇതെല്ലാം ഇട്ട് മാലെല്ലാം ഇട്ട് സെറ്റായിട്ട് ഇപ്പോൾ ഇറങ്ങും. അപ്പോൾ അതിന് മുന്നേ ഞാൻ വിചാരിച്ചു എൻ്റെ മുഖം ഒന്ന് കാണിച്ചേക്കാമെന്ന്. അപ്പോൾ ഞാൻ രാവിലെയും ലൈറ്റായിട്ടാണ് കഴിക്കുന്നത്. ആൻഡ് ലഞ്ചും ഞാൻ ഓയിൽ അധികം യൂസ് ചെയ്യാത്ത കറിയും പിന്നെ ചപ്പാത്തിയും കൂടെയാണ്. ഓക്കെ, ഇനി ബാക്കി വന്നിട്ട് കാണാം. വൈകിട്ട് വന്നിട്ട് എക്സസൈസൊക്കെ ചെയ്യണമെന്നൊക്കെ ഉണ്ട്. ഇനി എപ്പോഴാവും എനിക്ക് ചെയ്യാൻ എനിക്കറിയില്ല. ഏതായാലും വന്നിട്ട് കാണാം. പറഞ്ഞ പോലെ ഓഫീസിൽ എനിക്ക് അധികം ഒന്നും റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് ലഞ്ച് വരെ ഞാൻ ഇപ്പം തന്നെ കാണിച്ചത്. ഓൾറൈറ്റ്, ഓക്കെ. എന്ത് തടിയല്ലേ പണ്ടാറം. സാരില്ല, നമുക്കെല്ലാം സെറ്റാക്കാം. അപ്പം ഞാൻ ഈ ഒരു ഷ്രഗ് പുതിയതായിട്ട് വാങ്ങിയതാണ്, ഡേ ടു ഡേന്ന് വാങ്ങിയതാണ്. എനിക്കിങ്ങനെ ഭയങ്കര ഇഷ്ടമാണ് ഫുൾ സ്ലീവ് ഉള്ള ഷ്രഗൊക്കെ. അപ്പോൾ ഈ ടോപ്പ് കുറേ കാലമായിട്ട് ഇങ്ങനെ അലമാരിക്കകത്തിരിക്കുന്നതുകൊണ്ട് ഇതിന് വേണ്ടിയായിട്ട് ഞാൻ വാങ്ങി. അപ്പോൾ അങ്ങനെ നമുക്ക് ഇതാണ് ഞാൻ ഇരിക്കുന്ന സ്ഥലം. ആൻഡ് ഇവിടെ ഇടയ്ക്ക് ബിസ്ക്കറ്റും ഓറഞ്ചുകളൊക്കെ വെക്കാറുണ്ട്, പിന്നെ എൻ്റെ കുടിക്കുന്ന വെള്ളം. അപ്പോൾ ഞാനിരിക്കുന്ന ഇവിടെയാണ്. ആൻഡ് ഈ ഡോർ തുറന്നാൽ അവിടെയാണ് ബാക്കി ആൾക്കാരെല്ലാം ഇരിക്കുന്നത്. ഇപ്പോൾ ആരും വന്നിട്ടില്ല, അതായത് ഞാൻ നേരത്തെയാണ്. നേരത്തെ എന്ന് വെച്ചാൽ 9 മണിയാണ് ലോഗിൻ. ഇപ്പോൾ 8:36 ആയി. ഓക്കെ, അങ്ങനെ ഞാനൊരു ഗ്യാപ്പ് കിട്ടിയപ്പോൾ ലഞ്ചിന് അങ്ങോട്ട് വന്നു. 2 ചപ്പാത്തിയും പരിപ്പുമായിരുന്നു. എന്നിട്ട് സമാധാനത്തിൽ ഞാനിരുന്ന് കഴിച്ചു, കാരണം എൻ്റെ കൂടെ ആരും ഉണ്ടായില്ല. ഈ 1 മണി ടൈമിലൊക്കെ കുറേ ആൾക്കാരുണ്ടാവും. പിന്നെ ഇടയ്ക്കിടയ്ക്ക് 2 മണി ടൈമിൽ ഇങ്ങനെ ആൾക്കാർ വന്നും പോയി ഇരിക്കും. അങ്ങനെ ഞാൻ കഴിച്ചിട്ട് പാത്രമൊക്കെ മൂടി വെച്ച് പോയി. ആക്ച്വലി ലഞ്ചൊക്കെ കഴിഞ്ഞ് ഞാൻ എത്തി. ഓഫീസിൽ എനിക്ക് അധികം ഒന്നും റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല. ഒന്നാമത് ഞാൻ ഒരു സെർവറിൻ്റെ അടുത്തായിരിക്കുന്നത്. ശബ്ദം കുയ്യെന്ന് പറഞ്ഞ ശബ്ദം കേട്ടോ. പൊട്ടിത്തെറിച്ച ഞാൻ ഇല്ലാണ്ട് പോകും, അത് വേറെ കാര്യം. അപ്പോൾ ഞാൻ പൊതുവെ നല്ലോണം കഴിക്കുമായിരുന്നു രാവിലെ. ഫ്രൂട്ട്സ് ഇല്ലെങ്കിൽ ഓട്സൊക്കെ ഫുൾ പാക്ഡ് ആയിരുന്നു. ഓട്സ്, പംകിൻ സീഡും അതും ഇതും, സ്ട്രോബെറി, ബ്ലൂബെറി, ആപ്പിൾ, ഡേറ്റ്സ്, ആൽമണ്ട്, കാഷ്യൂ, വാൾനട്ട്, ഇതൊക്കെ ഇട്ടിട്ടാണ് ഒരു ഓട്സ് ഉണ്ടാക്കി കഴിച്ചുകൊണ്ടിരുന്നത്. സോ അങ്ങനെ കഴിച്ചുകൊണ്ടിരുന്ന ഒരാൾ പെട്ടെന്നല്ല, ഗ്രാജുവലി ഇപ്പോൾ വെറും ഫ്രൂട്ട്സ് മാത്രം കഴിച്ചിട്ട് അപ്പം തുടങ്ങി. രാവിലെ 6:30ക്കാണ് ഞാൻ ഫ്രൂട്ട്സ് കഴിച്ചത്. ഞാൻ ലഞ്ച് ഇപ്പോൾ കഴിച്ചത് 2:53 അപ്പോൾ 2:40 ഞാൻ ലഞ്ച് കഴിച്ചു. ഇത്രയും മണിക്കൂർ ഞാൻ ഒന്നും കഴിച്ചിട്ടില്ല, വെറും വെള്ളം മാത്രമേ കുടിച്ചിട്ടുള്ളൂ. ആൻഡ് ഡസൻ മീൻ ഇങ്ങനെ പട്ടിണിക്ക് കിടന്ന് വെയിറ്റ് കുറക്കാനല്ല, ബട്ട് ഐ എം ടെല്ലിങ് ദാറ്റ് ഇസ് ഹൗ യു സ്റ്റാർട്ട് കൺട്രോളിങ്. ആൻഡ് ചപ്പാത്തിയും പരിപ്പും കഴിച്ചു. ഇനി ബാക്കി നമുക്ക് നോക്കാം. ഞാനിപ്പോൾ വൈകിട്ടൊന്നും കഴിക്കുന്നൊന്നുമില്ല. ഇനി നേരെ വീട്ടിൽ ചെന്നിട്ട് രാത്രിത്തേക്ക് മോസ്റ്റ്ലി ബ്രെഡായിരിക്കും, ഇല്ലെങ്കിൽ എന്തെങ്കിലും വെജിറ്റബിൾ എന്തെങ്കിലും ആയിരിക്കും, നോട്ട് ഷുവർ. ബട്ട് എന്തായാലും റൈസല്ല. അപ്പോൾ അങ്ങനൊരു സംഭവമുണ്ട്. അപ്പോൾ ഏതായാലും ഇവിടെ ഒട്ടും റെക്കോർഡ് ചെയ്യാൻ പറ്റത്തില്ല എന്നാണ് ഞാൻ വിചാരിച്ചത്. ഇപ്പോൾ ഇവിടെ എല്ലാവരും ലഞ്ച് ബ്രേക്കും അതും ഇതൊക്കെ ആയതുകൊണ്ട് ആരും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഉള്ളിലിരുന്ന് റെക്കോർഡ് ചെയ്തതാണ്. ഇത് എത്രത്തോളം ഓഡിബിൾ ആണെന്ന് പോലും എനിക്കറിയില്ല, കാരണം ഞാൻ മൈക്ക് വെച്ചിട്ടില്ല. ജസ്റ്റ് ലാപ്ടോപ്പും ഇങ്ങനെ വെച്ചിട്ട് ഞാൻ റെക്കോർഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇനി രാത്രി കാണാം. എനിക്ക് വീട്ടിൽ ചെന്ന് എക്സസൈസ് ചെയ്യണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. അതിൻ്റെ ഇടക്കാണ് എൻ്റെ കയ്യിനിങ്ങനെ ടെൻഡോണൈറ്റിസ് ആയത്. അങ്ങനെയാണ് പ്രൊണൗൺസിയേഷൻ തോന്നുന്നു. അതായത് ഇങ്ങനെ റിപ്പീറ്റഡ് ആക്ഷൻ കൊണ്ട് എന്തോ പറ്റിയതാണ്. എക്സസൈസ് ചെയ്യണമെന്നൊക്കെ ഉണ്ട്.
പക്ഷേ ഞാൻ വിചാരിക്കുന്നു ഇനി തുടങ്ങി രാവിലെ നമുക്കൊരു 5 മണിക്ക് എണീറ്റ് എക്സസൈസ് ചെയ്താലോ എന്ന് ഞാൻ വിചാരിക്കുന്നു, നേരത്തെ കിടന്നുറങ്ങിയിട്ട്. കാരണം പോയ ഉടനെ ഭയങ്കര ടയർഡായിരിക്കും. എങ്ങനെയാണ് ഞാൻ ഈ ടയർഡെല്ലാം കഴിഞ്ഞിട്ട് പോയി എക്സസൈസ് ചെയ്യുന്നത് എനിക്കറിയില്ല. ബട്ട് ലെറ്റ്സ് സീ. അങ്ങനെയാണെങ്കിൽ നാളെ തുടങ്ങി നേരത്തെ എഴുന്നേൽക്കും. ഓക്കെ. അപ്പോൾ എക്സസൈസ് ഞാൻ ചെയ്യുന്ന കണ്ടിങ്ങനെ ഞാൻ പറഞ്ഞല്ലോ ആനൂറുള്ളെന്ന പോലെയൊക്കെ തോന്നും. ബട്ട് ലെറ്റ്സ് സീ. ഇനി രാത്രി കാണും. ഇനി ഞാൻ ഇവിടുന്ന് ഞാൻ ഒന്നും റെക്കോർഡ് ചെയ്യുന്നില്ല. ഞാൻ വീട്ടിൽ ചെന്നിട്ട് കാണാം. ഞാൻ വീട്ടിലെത്തി. ബട്ട് ഐ തിങ്ക് ഇറ്റ് ഈസ് നോട്ട് എ ഗുഡ് ഐഡിയ ടു എക്സസൈസ് ഇൻ ദ ഈവനിങ്. എൻ്റെ ഊപ്പാടിളകും. ഞാൻ ഇപ്പം തന്നെ എൻ്റെ മുഖമൊക്കെ ഇരിക്കണം നോക്കൂ, എൻ്റെ തലമുടിയൊക്കെ നോക്കൂ. ഞാൻ എവിടെ നിന്നാ ഈവനിങ് എക്സസൈസ് ചെയ്യാന്നുള്ള ഐഡിയ എനിക്ക് ഉണ്ടായെന്ന് എനിക്കറിയില്ല. ഭയങ്കര ബുദ്ധിമുട്ടാന്ന് തോന്നുന്നു. ഇല്ല ഗൈസ്, കുഴപ്പമൊന്നും ഉണ്ടായില്ല. ഞാൻ സ്റ്റാർട്ട് ചെയ്തു ചെറിയ ചെറിയ വാമപ്പൊക്കെ ആയിട്ട്. കാരണം ഇത്രയും ദിവസം ഇളകാത്ത ബോഡിയല്ലേ, അപ്പോൾ അധികം അങ്ങോട്ട് ഇട്ട് ഇളക്കിയില്ല. ബേസിക്സ് ഒക്കെ ആയിട്ട് ഞാൻ തുടങ്ങി. ഇനി നാളെ തുടങ്ങി നമ്മൾ പവർഫുള്ളാകാം. കുറച്ച് എക്സസൈസൊക്കെ ഇനി ഞാൻ നോക്കി വെക്കാം. ഞാൻ ഡയറ്റ് മാത്രമായിരുന്നു ഫുൾ ഫോക്കസ്. ഏതായാലും എക്സസൈസ് കുറച്ച് ചെയ്തു, ഒരു 10 മിനിറ്റ്സ്. നാളെ നമുക്ക് ഇൻക്രീസ് ആക്കാം. അപ്പോൾ എക്സസൈസ് എല്ലാം കഴിഞ്ഞു, ലിജോ എല്ലാം വന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഡിന്നർ കഴിച്ചു. വീറ്റ് ബ്രെഡാണ്. കുറച്ച് ടോഫൂടെ കറിയും ഉണ്ടായി. അതുമാത്രമല്ല കുറച്ച് മീനിൻ്റെ ബാലൻസും ഉണ്ടായി. അതും കൂടെ കഴിച്ചു. നല്ല വിശപ്പുണ്ടായിട്ട്. ഏതായാലും ബാക്കി ഞാനിപ്പോൾ പറയാം കേട്ടോ. ഞങ്ങളിപ്പോൾ ഡിന്നർ കഴിച്ചു. ഉടുക്കത്തെ വിശപ്പായിരുന്നു. കാരണം ഉച്ചയ്ക്ക് 2:30 കഴിച്ചതാണ് പറഞ്ഞ പോലെ. ആൻഡ് ഇറ്റ് ഇസ് 10:30 now. നല്ല വിശപ്പുണ്ടായി. ഞാൻ വീറ്റ് ബ്രെഡാണ് കഴിച്ചത്. വീറ്റ് ബ്രെഡും ടോഫൂടെ കറി, ടോഫു ആൻഡ് കുറച്ച് മീൻ, ഉണക്കമീനിൻ്റെ കുറച്ച് ബാലൻസ് ഉണ്ടായി. നല്ല ഉള്ളിയൊക്കെ ഇട്ട് വെച്ചത്, അത് തീർത്തു. ആൻഡ് ലെറ്റ്സ് സീ. ഫസ്റ്റ് ഓഫ് ഓൾ കൺസിസ്റ്റൻ്റ് ആവാൻ പഠിക്കാം. രണ്ടാമത് വെയിറ്റ് കുറക്കാൻ ശ്രമിക്കാം. വെയിറ്റ് കുറക്കാൻ ഒരു ട്രാൻസ്ഫോർമേഷൻ. അപ്പോൾ ഇനി ഡേ 2 കാണാം. താങ്ക് യു. എഡിറ്റ് ചെയ്ത് ഇപ്പോൾ തന്നെ പോസ്റ്റ് ചെയ്യണമെന്ന് വിചാരിക്കുമ്പോൾ അടുത്ത തലവേദന. ഇറ്റ്സ് ഓൾമോസ്റ്റ് ടൈം. കുഴപ്പമില്ല, കഷ്ടപ്പാടിനൊക്കെ ഒരു ആൻസർ ഉണ്ടാവും എന്ന് എല്ലാവരും എന്നോട് പറയാറുണ്ട്. ആൻസർ ഉണ്ടാവും ഇല്ല എന്ന് നമുക്ക് നോക്കാം. ബൈ, ഗുഡ് നൈറ്റ്.